എനിക്കിപ്പോൾ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ടെൻഷൻ അടിക്കുന്ന കാര്യമുണ്ടെങ്കിലും ഞാൻ ജയശ്രീയോടോ മൈത്രയോടോ പറയുമ്പോൾ അവർ വളരെ അതിനൊരു സൊല്യൂഷൻ അവർക്ക് തരാനുണ്ടാവും. അതുപോലെ ലൈറ്റായിട്ട് അതിനെ കാണാനും മനുഷ്യർ ജീവിക്കുന്നതിന് അങ്ങനെ ഒരു പരിമിതി ഉണ്ടെന്നും നമ്മൾ ചിലപ്പോൾ മരിച്ചു പോകാം, അസുഖമാണ്, അങ്ങനൊരു ആ ഒരു റിയാലിറ്റി എനിക്ക് തോന്നുന്നു നമ്മൾ മുഴുവൻ സമയം അറിഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒരു ലൈറ്റ്നെസ്സും വരുമെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരും കുറച്ച് അങ്ങനെയാണ്. ഞാൻ അങ്ങനത്തെ ആൾക്കാരെയാണ് സെലക്ട് ചെയ്യുന്നതും കൂട്ടുകാരായിട്ട്. എൻ്റെ ഏറ്റവും അടുപ്പമുള്ള 2 സുഹൃത്തുക്കളെടുത്താൽ അവരാണെങ്കിലും എത്ര വലിയ പ്രശ്നം വന്നാലും ആ പ്രശ്നം ഉള്ളപ്പോഴും അതിൻ്റെ കൂടെ നമ്മൾ ചിരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ വളിപ്പൊക്കെ അടിക്കും. ഇത്രയും ചേച്ചിയും പാരൻറ്റ് ചെയ്യുന്നതിൽ അവർ കുറച്ച് കോൺഷ്യസ് ആയിട്ട് പണി എടുത്തിട്ടുണ്ട്. ഞാൻ പണ്ട് ചിലപ്പോൾ വിചാരിച്ചിരുന്നു ഇതൊക്കെ ഞാൻ തന്നെ അവിടെ സ്വാഭാവികമായിട്ട് എത്തിച്ചേർന്നതാണ് എന്നൊക്കെ വേണമെങ്കിൽ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ചപ്പം അല്ല, അവിടെ മൈത്രേനാണ് അങ്ങോട്ട് ആ ഒരു വഴി അങ്ങോട്ട് അവർ ഉന്തിത്തള്ളി അവിടെ കൊണ്ടുവിടില്ല. ഒരു വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോൾ ചെറിയ ചാലിങ്ങനെ വിട്ടു കൊടുക്കില്ല, അന്ന് ഇങ്ങനെയും കൂടെ പൊയ്ക്കോട്ടെ അങ്ങനെയും കൂടെ പൊയ്ക്കോട്ടെ. ആ ഒരു വളരെ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക ഒരു കുട്ടിക്ക് വളരാനും അവരുടെ മനസ്സ് വികസിക്കാനും പലതരത്തിലുള്ള പല രുചികൾ മനസ്സിലാക്കാനും. എന്നിട്ട് നമുക്ക് വേണ്ടത് ആ ഒരു കാര്യം ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കാൻ നല്ല തിരിച്ചറിവുള്ള ഒരു അച്ഛനും അമ്മയാണ് മൈത്രേൻ ചേച്ചിയും. ആ രീതിയിൽ എനിക്ക് അവർ ഭയങ്കര രസമുള്ള ആൾക്കാരായിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ.